ബി ഗോപകുമാർ രണ്ടാമത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഇതാ മൂന്നാമത്തെ താമര വിരിഞ്ഞിരിക്കുന്നു. കൂട്ടരെ കഴക്കൂട്ടത്ത് ഇതാ BJP മൂന്നാമത്തെ താമര വിരിയിച്ചിരിക്കുന്നു. കഴക്കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കടകംപള്ളിയുടെ കോട്ടയാണ്. ആ കോട്ട വി മുരളീധരൻ തകർത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനമെങ്ങുമുള്ള ഒരുപക്ഷെ രാജ്യത്താകമാനമുള്ള BJPയുടെ മുഴുവൻ പ്രവർത്തകരെയും ആഹ്ലാദഭരിതരാക്കുന്ന വാർത്തയാണ് കേരളം ഇപ്പോൾ ഓരോ മിനിറ്റുകൾ ഇടവിട്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് നേമത്താണ് BJP സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറന്നത്. ആ അക്കൗണ്ട് പിന്നീട് ശിവൻകുട്ടിയിലൂടെ CPM കൃത്യമായി പൂട്ടിച്ചു. ഇപ്പോൾ ആ അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖർ റീഓപ്പൺ ചെയ്തു. അതിന് മിനിറ്റുകൾക്ക് തൊട്ട് മുൻപ് മാത്രം ബി ഗോപകുമാറിലൂടെ അട്ടിമറി വിജയം നേടി BJP ചാത്തന്നൂരിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യം, നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നതാണ് BJPയുടെ സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ വിജയമന്ത്രം എന്നിരുന്നാലും പലയിടത്തും അട്ടിമറി ഇത്തവണ പ്രതീക്ഷിക്കാം. നമുക്ക് BJPക്ക് മഞ്ചേശ്വരം കൈവിട്ടു എങ്കിലും നേമവും കഴക്കൂട്ടവും ഇപ്പോൾ ഇതാ കിട്ടിയിരിക്കുന്നു. ഒപ്പം ചാത്തന്നൂരിൽ അട്ടിമറി വിജയവും നേടിയിരിക്കുന്നു. കഴക്കൂട്ടത്തെ വിജയം നിസാര വിജയമല്ല, പൊരുതി നേടിയ വിജയമാണ് വി മുരളീധരൻ. ഞാൻ പറയാം, 96-ൽ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം എത്രയായിരുന്നുവെന്നോ? 24,057 വോട്ടിൻ്റെ കുറ്റൻ ഭൂരിപക്ഷത്തിനാണ് കഴക്കൂട്ടത്ത് കടകംപള്ളി 96-ൽ വിജയിച്ചത്. പിന്നീട് കടകംപള്ളി 2021-ലും 2016-ലും മത്സരിച്ചപ്പോഴും ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞിരുന്നില്ല. 2021-ൽ കടകംപള്ളിയുടെ ഭൂരിപക്ഷം 23,497 വോട്ട് ആയിരുന്നു. അന്ന് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് വന്നത്. 2016-ൽ പക്ഷേ കടകംപള്ളിയുടെ ഭൂരിപക്ഷം 7,347 വോട്ടായി കുറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ 2026-ൽ വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു BJP കഴക്കൂട്ടത്ത്. ഭൂരിപക്ഷം എത്ര ചെറുതാണെങ്കിലും BJPയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് ഇത്. കഴക്കൂട്ടത്ത് BJPയുടെ ഒരു ഗ്രാഫ് കൂടി പരിശോധിച്ചുകൊണ്ട് ഞാൻ നിർത്താം. 2006-ൽ വെറും 2,499 വോട്ട് മാത്രമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ 2011-ലേക്ക് വരുമ്പോൾ JR പത്മകുമാർ അത് 7,508 വോട്ടായി ഉയർത്തുകയുണ്ടായി. JR പത്മകുമാറിനെ നമുക്കറിയാം, BJPയുടെ സംസ്ഥാന വക്താവാണ് അദ്ദേഹം, വക്താവായിരുന്നു അദ്ദേഹം. 2016-ൽ വി മുരളീധരൻ അവിടെ മത്സരിക്കാൻ വരുന്നു. 42,732 വോട്ടാണ് BJPക്ക് 2016-ൽ വി മുരളീധരനിലൂടെ കിട്ടിയത്. അതൊരു വലിയ റെക്കോർഡ് നേട്ടമാണ് ആ മണ്ഡലത്തെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച്. നോക്കണേ, 42,732 വോട്ട്. 2006-ൽ വെറും 2,499 വോട്ട്. 2011-ൽ 7,500 വോട്ട് എന്നതിൽ നിന്നാണ് ആ ഗ്രാഫ് കുത്തനെ 2016-ൽ 42,732 കുത്തനെ ഉയർത്തിയത് വി മുരളീധരൻ. പിന്നീട് 2021-ൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ ക്രൗഡ് പുള്ളർ മത്സരിക്കാൻ വരുന്നു. 40,193 വോട്ടാണ് ശോഭ കഴക്കൂട്ടത്ത് ആ വർഷം പിടിച്ചത്. ഇപ്പോൾ 2026-ൽ വലിയ അട്ടിമറി വിജയം വി മുരളീധരൻ നേടിയിരിക്കുന്നു. നമുക്കറിയാം, വി മുരളീധരൻ ആ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് വർഷങ്ങളായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഉറച്ച ആത്മവിശ്വാസത്തിൻ്റെ പിൻബലം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കടകംപള്ളിയെ അട്ടിമറിച്ചുകൊണ്ട് വി മുരളീധരൻ കഴക്കൂട്ടം BJPക്ക് സ്വന്തമാക്കിയിരിക്കുന്നു.